കാണാം ഈ താരതമ്യം. ലോകത്തെ പ്രധാന സൈനിക ശക്തികളുടെ റാങ്കിംഗ് എടുത്താൽ തന്നെ 4-ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം. ആദ്യ 10-ൽ പോലും പാകിസ്ഥാൻ ഉൾപ്പെടുന്നില്ല. മോർ പവർ മീൻസ് മോർ റെസ്പോൺസിബിലിറ്റി എന്ന മര്യാദയാണ് ഇന്ത്യ ഇതുവരെയും പാലിക്കുന്നത്. സൈനിക ശേഷി തന്നെ ആദ്യം എടുത്താൽ ഇന്ത്യയുടെ മിലിറ്ററി പവർ 14 ലക്ഷം സൈനികർ അടങ്ങുന്നതാണ്. 14 ലക്ഷം. റിസർവ് അംഗങ്ങൾ വേറെ. പാകിസ്ഥാന് ഇതിന്റെ പകുതി പോലും അംഗസംഖ്യയില്ല. പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം പാക് സൈനികരുടെ എണ്ണം വെറും 6 ലക്ഷം മാത്രമാണ്. ഇന്ത്യയുടെ 14 ലക്ഷം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അയൽ രാജ്യമായ ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ സൈനിക ബലം 6.5 ലക്ഷം മാത്രമാണ്. ഇനി പാരാമിലിറ്ററി ആണ് ഇന്ത്യയുടെ അടുത്ത കരുത്ത്. അർദ്ധ സൈനിക വിഭാഗങ്ങളാണ് ഇന്ത്യയുടെ ശക്തമായ ബാക്കപ്പ്. ഈ കണക്ക് പ്രകാരം ഇത് 25 ലക്ഷത്തോളമാണ്. എന്തിനും സജ്ജമായ 2ാം നിര. പാകിസ്ഥാൻ കണക്ക് നോക്കിയാൽ ഇത് 5 ലക്ഷം മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഇന്ത്യയുടെ അർദ്ധ സൈനിക കരുത്തിന്റെ പാരാമിലിറ്ററി ഫോഴ്സ് സ്ട്രെങ്തിന്റെ 5-1 മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത്. ടാങ്കുകളുടെ കണക്ക് നോക്കാം. ഇന്ത്യയുടെ സഞ്ചരിക്കുന്ന യന്ത്ര പോരാളികളുടെ എണ്ണം, ടാങ്കുകളുടെ എണ്ണം 4614 ഇത് ഏകദേശ കണക്കാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ ടാങ്ക് കരുത്ത് 2867 മാത്രമെന്നാണ് ഡീക്ലാസിഫൈ ചെയ്ത വിവരങ്ങൾ. ഇന്ത്യയുടെ അർജുൻ, ഭീഷ്മ സ്പെക്കുകൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. പാകിസ്ഥാൻ ടാങ്ക് എഡിഷനുകളിൽ പ്രധാനികൾ അൽ ഖാലിദ്, അൽ സറാർ ടൈപ്പുകളാണ്. കവചിത വാഹനങ്ങൾ, ആർമേർഡ് ഡിഫൻസ് വെഹിക്കിളുകളുടെ എണ്ണം എടുത്താലും ലോകശക്തികളോട് കിടപിടിക്കും നമ്മുടെ രാജ്യം. ഇതുവരെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 1.5 ലക്ഷത്തോളം കവചിത വാഹനങ്ങൾ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാന് ഇതിൽ 1/3 മാത്രമാണ്. 50,523 ആർമേർഡ് ഡിഫൻസ് വെഹിക്കിൾസ് ആണ് പാകിസ്ഥാന് നിലവിൽ കൈവശമുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കരയിൽ മാത്രമല്ല, വായുവിലും പ്രതാപികളാണ് ഇന്ത്യൻ ഡിഫൻസ്. യുദ്ധവിമാനങ്ങളുടെ കണക്കെടുത്താൽ ഇന്ത്യയുടെ അസറ്റ് 2296 വിമാനങ്ങളാണ്. വായുസേന പ്രബലമാക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന പാകിസ്ഥാന് പക്ഷേ യുദ്ധവിമാനങ്ങളുടെ കണക്കിൽ പോലും ഇന്ത്യയേക്കാൾ ഏറെ പിന്നിൽ പോകാനാണ് ഈ ഘട്ടത്തിൽ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഫൈറ്റർ ജെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഫൈറ്റർ ജെറ്റുകളിലും ഇന്ത്യൻ കരുത്താണ് പ്രകടമാക്കുന്നത്. വിദേശ നിർമ്മിത ഫൈറ്റർ ജെറ്റുകളാൽ ഇന്ത്യയുടെ ടാർമാക്കുകൾ പ്രൗഢമാണ്. വിദേശികളായ മിഗിനും റഫാലിനും സുഖോയ്ക്കും മിറാഷിനുമൊപ്പം നമ്മുടെ സ്വന്തം തേജസ്സും ഒരു ടേക്ക് ഓഫിന് ഊഴം കാക്കുകയാണ്. ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം എടുത്താൽ ഇന്ത്യയുടെ കരുത്ത് 606 ആയിരിക്കും. ഇതിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. എന്നാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം ഇതിലും എത്രയോ താഴെയാണ്. 387. ഇനി തീതുപ്പുന്ന മിസൈലുകളുടെ ഗണവും ഗുണവും നോക്കിയാലും ഇന്ത്യ ഏറെ മുന്നിലാണ്. ദീർഘദൂര വിനാശകാരിയായ അഗ്നി മുതൽ പ്രളയം, പൃഥ്വിയും അടക്കം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ മിസൈൽ അസറ്റും ലോകോത്തരമാണ്. ഇതിലും ഏറെ പിന്നിലാണ് പാകിസ്ഥാൻ. ഹെലികോപ്റ്ററുകൾ ഇന്ത്യയുടെ കരുത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം 1194. പാകിസ്ഥാൻ ഇതിന്റെ 1/3 മാത്രം 361. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കാവൽക്കാരാണ് ഇന്ത്യൻ നാവികസേന. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തലതൊട്ടപ്പന്മാർ, ചാമ്പ്യന്മാർ. 971 തന്നെ ഇന്ത്യൻ നാവികസേനയുടെ പ്രഹരത്തിന്റെ മുറിവ് ഇനിയും പാകിസ്ഥാൻ മറികടന്നിട്ടുണ്ടാകില്ല. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വിക്രാന്തിനെ തകർക്കാൻ ഇറങ്ങിയ PNS ഗാസി ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിത്താണതും പാകിസ്ഥാന്റെ നാണം കെട്ട ചരിത്രമാണ്. 50 കൊല്ലം കഴിയുമ്പോഴും കടൽ കരുത്തിൽ ഇന്ത്യ എത്രയോ നോട്ടിക്കൽ മൈൽ മുന്നിലാണ്. യുദ്ധക്കപ്പലുകളുടെ എണ്ണം തന്നെ എടുത്താൽ ഇന്ത്യയുടെ ഫ്ലീറ്റ് സ്ട്രെങ്ത് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം 160 പാകിസ്ഥാന് 114 മാത്രമാണ്. 155 മുതൽ 160 വരെ എന്നുള്ളതാണ് ഇന്ത്യയുടെ കണക്ക്. വിമാനവാഹിനി കപ്പലുകളിലും ഇന്ത്യ ലോകത്തിൽ തന്നെ ഇപ്പോൾ കരുത്തരാണ്. INS വിക്രാന്തും INS വിക്രമാദിത്യയും ഫ്ലീറ്റ് കരുത്തിൽ ചക്രവർത്തിമാരാണ്. സ്വാതന്ത്ര്യം നേടി 75 വർഷമായിട്ടും പാകിസ്ഥാൻ ഒരു വിമാനവാഹിനി കപ്പൽ പോലും അറബിക്കടലിൽ വികസിപ്പിച്ചെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അന്തർവാഹിനികളുടെ കണക്കെടുത്താൽ ഇന്ത്യക്ക് 18. അതിൽ ശത്രുക്കളുടെ അന്തകനായ അരിഹന്തും ആണവ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ചുണക്കുട്ടിയായ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഘട്ടും വിനാശകാരികളാണ്. പാകിസ്ഥാന്റെ അന്തർവാഹിനികളുടെ എണ്ണം 8 മാത്രമാണ്. അപ്പോൾ കരയിലും ഒപ്പം തന്നെ വായുവിലും കടലിലും ഇന്ത്യയുടെ കരുത്ത് പ്രകടമാക്കുന്നതാണ് ഈ കണക്ക്.